ലോകത്താകമാനം 21,000 ബില്യൺ ബിറ്റ്കോയിനാണ് നിലവിൽ ഉള്ളത്. അതിലിപ്പോൾ പാതിയിൽ കൂടുതലും ഇപ്പോൾ മൈനിങ് എന്നൊരു പ്രോസസ്സിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. മൈനിങ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഈ ഒരു ബ്ലോക്ക് ചെയിനുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. കോർ ജാവയിലുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ പുതുതായി നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നിർമ്മിച്ച് നൽകിയ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. പുതുതായി ഒരു ബ്ലോക്ക് ചെയിൻ നമുക്ക് ആഡ് അല്ലെങ്കിൽ പുതിയൊരു ചെയിൻ നെറ്റ്വർക്ക് നാം കൊണ്ടുവരണമെങ്കിൽ കോർ ജാവയിലുള്ള ഡീപ്പ് നോളജ് ആവശ്യമാണ്. പിന്നെ ഈ ബിറ്റ്കോയിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇതിനെ ഒരു സെൻട്രൽ ഏജൻസി ഇതിനെ നിയന്ത്രിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ കോയിൻ ഡീസെൻട്രലൈസ്ഡ് ആണ്. ബിറ്റ്കോയിൻ ഡെഫിനിഷനിൽ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി ഫോർ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ. വേറെ ഒന്നുമില്ല, ആളുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയായി ഇന്റർമീഡിയറ്ററായി ബാങ്ക് പോലെയുള്ള മീഡിയേറ്റർ ഇല്ല എന്നുള്ളതാണ് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷനുള്ള പ്രത്യേകത. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ആരാണ് ഇതിന്റെ വാല്യൂ നിയന്ത്രിക്കുന്നത്? ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. എന്നാൽ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഒരു ഉത്തരം. എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ വാല്യൂ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ രസകരമായ ഒരു മറ്റു വസ്തുതയാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ബാങ്കിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ ഇതിന്റെ മേൽ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതിന് ലോകരാജ്യങ്ങളിൽ ഉള്ള ജനങ്ങളിൽ ഇത്രത്തോളം സ്വീകാര്യത നേടാൻ സാധിച്ചത് എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഒരു പൈസ, ഒരു എമൗണ്ട്, ഒരു 1000 രൂപ എൻ്റെ ഒരു ഫ്രണ്ടിന് അയക്കണമെങ്കിൽ ബാങ്ക് മുഖേന ഇപ്പോഴും നമ്മൾ കുറച്ചും കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്ത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പർ വഴി നമുക്ക് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. ഇപ്പോൾ അതിന് പലതരം പുതിയ ടെക്നോളജികൾ അവൈലബിൾ ആണ്. UPI ട്രാൻസാക്ഷൻ അവൈലബിൾ ആണ്, IMPS അവൈലബിൾ ആണ്, നെറ്റ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പല ടെക്നോളജിയിലൂടെയും നെറ്റ് ബാങ്കിങ്ങിലൂടെയും നമുക്ക് പൈസ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അവിടെയും ഉള്ള ഒരു പോരായ്മ എന്നുള്ളത് ചില ബാങ്കുകൾ, SBI പോലുള്ള ചില ബാങ്കുകൾ ഇതിനെ ട്രാൻസാക്ഷൻ ഫീ ഈടാക്കുന്നുണ്ടെന്നുള്ളതാണ്. UPI ട്രാൻസാക്ഷൻ അല്ല, ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നമുക്ക് ഫ്രീ ആണെങ്കിലും ഇനി ഒരു സമയത്ത് അതിന് ഫീസ് വരുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോഴും ഇന്റർ കൺട്രി ട്രാൻസാക്ഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് പൈസ അയക്കാനുള്ള സംവിധാനം വയർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ എക്സ്ചേഞ്ചുകൾ വഴിയാണ് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോഴും എക്സ്ചേഞ്ചിങ് ഫീ ആയിട്ടും ട്രാൻസ്ഫർ ഫീ ആയിട്ടും വലിയൊരു എമൗണ്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു ന്യൂനത തന്നെയാണ്. അവിടെയാണ് ബിറ്റ്കോയിൻ എന്നുള്ള ഈ ഒരു പുതിയൊരു ക്രിപ്റ്റോ കറൻസിയുടെ ആവശ്യകത. വളരെ ഫാസ്റ്റായിട്ട് വളരെ ലൈറ്റ്നിങ് സ്പീഡിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മൈനിങ് എന്തെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ട്രേഡിങ്, ഈ ബിറ്റ്കോയിൻ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് മൈനിങ് എന്താണെന്നും ട്രേഡിങ് എന്താണെന്നും ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ്. അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.